മാസങ്ങളോളം നീണ്ട നാടകീയമായ ആശുപത്രിവാസത്തിനും നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ മുൻ ദേവസ്വം ബോർഡ് അംഗവും CPI നേതാവുമായ KP ശങ്കർദാസിനെ പോലീസ് അറസ്റ്റ് ഇക്കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തിയത്. മകരജ്യോതി ദിനത്തിൽ തന്നെ നടന്ന ഈ അറസ്റ്റ് അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും ഭഗവാന്റെ മധുര പ്രതികാരം എന്ന വിലയിരുത്തലുകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ശങ്കർദാസിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന് പക്ഷാഘാതം ബാധിച്ചതും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. മാസങ്ങളോളം ICUവിൽ തുടർന്ന ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിന്റെയും സർക്കാരിന്റെയും നടപടിക്കെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഒരു IPS ഉദ്യോഗസ്ഥനായ മകൻ കമ്മീഷണറായി ഇരിക്കുന്നത് കൊണ്ടാണോ ഈ അറസ്റ്റ് വൈകുന്നത് എന്ന് ജസ്റ്റിസ് A ബദ്രുദ്ദീൻ പരസ്യമായി ചോദിച്ചിരുന്നു. പ്രതി അബോധാവസ്ഥയിലാണെന്ന് കാണിച്ച് അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയ ചിത്രങ്ങളും ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു. ശങ്കർദാസിന്റെ മകൻ ഹരിശങ്കർ മുൻപ് കോട്ടയം SP ആയിരുന്നപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശന വിവാദ കാലത്ത് സജീവമായി രംഗത്തുണ്ടായിരുന്നു. ബിന്ദു അമ്മിണി, കനകദുർഗ എന്നിവരെ രാത്രിയുടെ മറവിൽ സന്നിധാനത്തെത്തിക്കാൻ പോലീസ് ബുദ്ധി ഉപയോഗിച്ചത് അന്ന് ഹരിശങ്കർ ആയിരുന്നു. ശബരിമലയിൽ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയവരുടെ കുടുംബാംഗം തന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ മകരവിളക്ക് ദിനത്തിൽ അറസ്റ്റിലാകുന്നത് കാലത്തിന്റെ കാവിനീതിയാണെന്നാണ് ഭക്തർ പ്രതികരിക്കുന്നത്. ശങ്കർദാസിനെ പരിശോധിച്ച മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെ ആശുപത്രി അധികൃതരും പ്രതിസന്ധിയിലായി. ആരോഗ്യനിലയിൽ വലിയ പ്രശ്നമില്ലെന്ന് കണ്ട് അദ്ദേഹത്തെ ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റിയ ഉടനെ പ്രത്യേക അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മാറ്റി പകരം ചെമ്പ് പാളികൾ സ്ഥാപിച്ച് കടത്തി എന്ന അതീവ ഗുരുതരമായ ആരോപണത്തിലാണ് ശങ്കർദാസ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ശങ്കർദാസിന്റെ അറസ്റ്റോടെ കേസിലെ മറ്റൊരു പ്രതിയായ PS പ്രശാന്തിനെതിരെയുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ പ്രശാന്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പത്മകുമാറിന്റെ മൊഴിയാണ് ശങ്കർദാസിനെയും മറ്റ് അംഗങ്ങളെയും കുടുക്കിയത്. ബോർഡ് എടുത്ത തീരുമാനങ്ങൾ കൂട്ടായ തീരുമാനമായിരുന്നുവെന്ന് പത്മകുമാർ മൊഴി നൽകിയതോടെയാണ് ശങ്കർദാസിന്റെ വാദങ്ങൾ പൊളിഞ്ഞത്. അതേസമയം ശബരിമലയിൽ നടന്ന മറ്റ് കൊള്ളകളുടെ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന അമൂല്യമായ വാജിവാഹനം, അഷ്ടദിക്പാലകർ തുടങ്ങിയവ കാണാതായതിനെക്കുറിച്ചും SIT അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പഴയ കൊടിമരത്തിലെ 10 കിലോയോളം സ്വർണം പൂശിയ വിഗ്രഹങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിലവിൽ അവിടെ ഇവയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. തന്ത്രിയുടെ പക്കൽ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന തരത്തിലുള്ള വാദങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം ഭണ്ഡാരത്തിൽ നിന്ന് വിദേശ കറൻസികളും സ്വർണവും വായിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 2 ദേവസ്വം ജീവനക്കാരെ വിജിലൻസ് പിടികൂടിയിരുന്നു. വായിൽ മലേഷ്യൻ കറൻസികളും യൂറോയും ഒക്കെ നിറച്ച് മിണ്ടാതെ നിൽക്കുന്ന ജീവനക്കാരെ കണ്ട് വിജിലൻസ് പോലും ഒരുപോലെയാണ് നടുങ്ങിയത്. ഇവരുടെ മുറികളിൽ നടത്തിയ പരിശോധനയിൽ 10,000 രൂപയും സ്വർണ്ണ ലോക്കറ്റുകളും കണ്ടെത്തുകയുണ്ടായി. സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസും ബാങ്കുകളും വഴി ഇവർ നാട്ടിലേക്ക് അയച്ച പണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്.